പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മുടെ നാടിനെ നടുക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊന്ന ഒരു സംഭവം നമ്മളെല്ലാം അറിഞ്ഞതാണ്. എന്നാലും ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ഒരു മനുഷ്യന് ചെയ്യാൻ, അതും ഒരു വനിതയ്ക്ക്, സ്ത്രീക്ക് ചെയ്യാൻ തോന്നുക എന്ന് പറയുമ്പോൾ അതിലൊരുപാട് പൊരുത്തക്കേടുണ്ട്. അവിഹിത ഗർഭം ധരിക്കുന്ന സമയത്ത്, അതായത് ഇണചേരുന്ന സമയത്ത് തോന്നിയ സുഖം, അതുമല്ലെങ്കിൽ അപ്പോഴില്ലാത്ത വേദന പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാവുകയും ബോധം തിരിച്ചു വരികയും അവിഹിത ഗർഭമാണിത് എന്നുള്ള കാര്യം നാട്ടുകാരും അറിയരുത് എന്ന് പറയുന്ന ആ ഒരു ബോധം പിന്നീടുണ്ടായത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റിലേക്ക് വഴുതി വീഴുന്ന ഒരു സ്വഭാവം ഇന്ന് സമൂഹത്തിലെല്ലായിടത്തുമുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ട്. കലാലയത്തിൽ പഠിക്കുന്ന, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ അമിതമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള തെറ്റുകളിലേക്ക് വഴുതി വീഴുന്നുണ്ട്. അങ്ങനെ വഴുതി വീഴുന്ന സംഭവങ്ങളിലൊന്നാണ് ഇത്. അയൽ സംസ്ഥാനത്താണ് 23 വയസ്സുകാരിയായ യുവതി പഠിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം ഒരു വർഷമായിട്ട് കേരളത്തിലെ തൃശ്ശൂർ പനമ്പള്ളി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുട്ടി താമസിക്കുന്നത്, ഫ്ലാറ്റിൽ. തൃശ്ശൂരിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ കുട്ടിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു. അതിൽ നിന്നുണ്ടായ കുഞ്ഞിനെയാണ് ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നത്. പുലർച്ചെ 5 മണിക്ക് പ്രസവിച്ചു. 3 മണിക്കൂർ ഈ കുഞ്ഞിൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ വായിൽ തുണി തിരുകി താഴെ ഒരു കവറിലാക്കി, കൊറിയർ കൊണ്ടുവന്ന ഒരു കവറിലാക്കി താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നു. സ്കൂൾ ബസ് പോകുന്ന സമയത്ത് ഡ്രൈവർ കാണുകയും അത് ഇറങ്ങി പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ശവമാണോ, കുഞ്ഞിൻ്റെ മൃതദേഹമാണെന്ന് മനസ്സിലാക്കിയ ബസ് ഡ്രൈവർ നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരമറിയിച്ച് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ഈ ഫ്ലാറ്റിലെ 5ാമത്തെ നിലയിലുള്ള വീട്ടിൽ നിന്നാണ് ഇങ്ങനെ കവർ താഴേക്ക് വന്ന് വീണ് കുട്ടി മരണമടഞ്ഞതെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നു. ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അച്ഛനെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യുവതി സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, അച്ഛനും അമ്മയ്ക്കും ഈ യുവതി ഗർഭിണിയാണെന്നുള്ളത് അറിയില്ല അത്രേ. അതാണ് ഏറ്റവും വിചിത്രമായ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഒരു യുവതി ഗർഭിണിയാണ് എന്നുള്ള സത്യം മാതാപിതാക്കൾ അറിയാതിരിക്കുക? അതെങ്ങനെയാണ്? ഒരു യുവതി ഗർഭിണിയാകുകയാണെങ്കിൽ 1 മാസം കഴിയുമ്പോഴേക്കും ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ പ്രകടമായിട്ടുണ്ടാവും. 2 മാസം 3 മാസം പിന്നിടുമ്പോഴേക്കും വലിയ മാറ്റങ്ങൾ ആ യുവതിയിൽ പ്രകടമാവും.
ഇത് കുഞ്ഞിന് ജന്മം നൽകിയ, കുഞ്ഞിനെ വളർത്തി വലുതാക്കിയ യുവതിയുടെ അമ്മയ്ക്ക് തന്നെ ഇതറിയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണെന്നേ പറയാൻ പറ്റൂ. വിശ്വസിക്കാൻ കഴിയില്ല. എന്തോ ആവട്ടെ. പക്ഷേ ഈ പോലീസുകാരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, അതിജീവിത കൂടിയാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കി ആ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കുഞ്ഞിനെ ഇത്രയും ഉയരത്തിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി കൊറിയർ കൊണ്ടുവന്ന കടലാസിൽ കവറിലിട്ട് ദൂരേക്ക് ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ആ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാമായിരുന്നല്ലോ. ഇവിടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ആ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് ബോധമില്ല എന്ന് പറഞ്ഞാൽ, അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലേറെ കഷ്ടം വേറൊന്നുമില്ല. കലാലയത്തിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും യുവതികളായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഒരു കൂസലുമില്ലാതായിരിക്കുന്നു. തെറ്റ് ചെയ്യുന്നത് വരെ രസിക്കുകയും സന്തോഷിക്കുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ അനന്തരഫലം ഇതുപോലെ വലുതായി വരുമ്പോൾ പശ്ചാത്തപിക്കുകയും വേദനിക്കുകയും കരയുകയും അതിന് പ്രതിവിധി കൊല്ലുകയാണെന്നുള്ള തോന്നലുണ്ടാകുകയും ചെയ്യുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി എന്ന് തന്നെ ഒരു ചോദ്യം, വലിയ ചോദ്യമായിട്ട് ഉയരുകയാണ്. ബോധവൽക്കരണം കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും മറ്റ് നടപടികൾ കൊണ്ടൊന്നും യുവജനങ്ങളെ, വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങളെ തിരുത്താൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. ഇത്തരത്തിലുള്ള വാർത്തകൾ അടിക്കടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത് കൊലപാതകം നടത്തുന്നതും മറ്റ് തരത്തിൽ പീഡനങ്ങൾ നടത്തുന്നതും വേറെ ഏതെങ്കിലും വഴിയിൽ ആക്രമിക്കുന്നതും ഒന്നും ഒരു നിസ്സാര സംഭവമല്ലാതായിരിക്കുന്നു, സാരമായ സംഭവമല്ലാതായിരിക്കുന്നു, നിസ്സാരമായ സംഭവമായിരിക്കുന്നു. അതുകൊണ്ട് പുനരക്ഷിതാക്കൾ ഇപ്പോൾ ഈ യുവതിയുടെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ എനിക്കറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തരുത്. കുട്ടികളെ കോളേജിലേക്ക് പഠിപ്പിക്കാൻ അയച്ചാൽ മാത്രം പോരാ. അവരുടെ കാര്യങ്ങളിൽ നിരന്തര ശ്രദ്ധ വേണം, നിരന്തര ജാഗ്രത വേണം. ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കലാലയത്തിൽ അയച്ചു കഴിഞ്ഞാൽ, സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ആ ഒരു മുടന്തന്യായം പറയുന്നത് തെറ്റ് തന്നെയാണ്. ഏതച്ഛനായാലും ഏതമ്മയായാലും പറയുന്നത് തെറ്റ് തന്നെയാണ്. അത് നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളെന്ന് പറയുന്നവരാണ് നാളത്തെ പൗരന്മാർ, നാളത്തെ ലോകം നയിക്കേണ്ടവർ, നാളത്തെ കുടുംബം നയിക്കേണ്ടവർ, നന്നായി വളരേണ്ടവർ. അങ്ങനെയുള്ളവരെ പുറം ലോകത്തേക്ക് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വിട്ടിട്ട് ഇങ്ങനെ അവിഹിത ഗർഭം ധരിച്ച് ഇവിടെ വന്ന് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രീതിയിലേക്ക് സംഭവങ്ങൾ മാറിയിട്ടും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെയധികം ലജ്ജ അർഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വളരെയധികം മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞവരാണ്. അത് തെറ്റാണ്. ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. അത്രമാത്രം. നന്ദി, നമസ്കാരം.